നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് അലീന ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ രഞ്ജുവിൻ്റെ അടുത്ത് ഒരുപാട് ചുരിദാറുണ്ട് അലീന, നീ അവളേക്കൊന്ന് കുറച്ച് ചോദിച്ച് നോക്ക്, വാങ്ങിച്ചോ. ഒരു അലമാരി നിറയെ ചുരിദാറാണെന്ന് പറയട്ടോ, ഡ്രസ്സുകളാണെന്ന് പറയണേ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, തരണമെന്ന് ആഗ്രഹമുള്ളവരോടല്ലേ നമുക്ക്, കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വേണ്ടാന്ന് പറയണേ. ആ സമയത്ത് മുത്തശ്ശി ഒന്നും പറയുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ശിവശങ്കരൻ സാറെ കൊണ്ടുചെന്നാക്കാനായിട്ട് എയർപോർട്ടിലേക്ക് മുത്തശ്ശിയുടെ മകളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവൾ പോണില്ല, വൈജമോള് പോണില്ല, ശിവശങ്കരൻ മേനോനും ബാലചന്ദ്രനും അതുപോലെ കമലയും രഞ്ജു ആണ് പോണത് എന്ന് പറയാട്ടോ. നമ്മൾ നേരെ കളപ്പാട്ടൂരിലേക്ക് പോവാണ്, നമ്മളെ കൊണ്ടുചെന്നാക്കാനായിട്ട് ഹരിയും കൂടെ വരും എന്നൊക്കെ മുത്തശ്ശി പറയണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണല്ലേ മുത്തശ്ശി, കളപ്പാട്ടൂരിലേക്ക് പോവുകയാണല്ലേ, എന്തോ ഒരു സന്തോഷമാണ് അലീനയുടെ മുഖത്തിട്ടോ. അങ്ങനെ കളപ്പാട്ടൂരിലേക്ക് പോകാനുള്ള യാത്രയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബാലചന്ദ്രമേനോനും കമലയും രഞ്ജുവും കൂടിയിട്ട് അങ്ങനെ ശിവശങ്കരമേനോന് യാത്രയൊക്കെയുള്ള പരിപാടികൾ നടക്കുകയാണ്. അങ്ങനെ ശിവശങ്കരമേനോന് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരിക കേട്ടോ, യാത്ര പറയാനായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. കൂടെ ബാലചന്ദ്രമേനോനും വരുന്നുണ്ട് കേട്ടോ. ശിവ വന്നിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ്, മുത്തശ്ശിക്ക് ഭയങ്കര സ്നേഹമാണ് മോനോട് കേട്ടോ. അതുപോലെ ശിവനും തന്നെ അമ്മയോട് ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ്. മരുമകൾക്കും അതുപോലെ പേരക്കുട്ടികൾക്കും ഒന്നും ഇല്ലെങ്കിലും, മനു ഒഴികെ മറ്റ് രണ്ടു പേർക്കും ഇല്ലെങ്കിലും ശിവശങ്കരമേനോന് ഭയങ്കര കാര്യമാണ് അമ്മയെ. പക്ഷേ ഭാര്യയെ പേടിച്ചിട്ട് കുറച്ച് BP ഉള്ള ആളാണ് കേട്ടോ, ഭാര്യയെ പേടിയുള്ള ആളാണ് ശിവശങ്കരമേനോന്. അതുകൊണ്ട് തന്നെ ഭയങ്കര വല്ലാണ്ടൊന്നും ഒരുപാട് കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നത്, കുറച്ച് സ്വസ്ഥതയും സമാധാനത്തിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഒരു തണുപ്പൻ മറ്റുള്ള ഒരാളാണ്, വല്ലാണ്ടൊന്നും കമലയോട് എതിർക്കാനൊന്നുള്ളൊരു കഴിവില്ല. ആ വീട്ടിൽ കമലയോട് എതിർത്തി പറയുന്നുണ്ടെങ്കിൽ അത് മനു മാത്രമാണ് കേട്ടോ. മനുവിന് മാത്രമാണ് ആരും പേടിയില്ല. അച്ഛനും അമ്മയും ആര് തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിച്ച് തുറന്ന് എടുത്തടിച്ച് പറയുന്നത് മനു മാത്രമാണ്. അങ്ങനെ ശിവശങ്കരമേനോന് വന്ന് യാത്ര പറയണം. അമ്മ ഇനി കളപ്പാട്ടൂരിലേക്ക് പോവില്ലേ എന്ന് ചോദിക്കണം. അല്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കാനാ മോനെ, നിൻ്റെ ഭാര്യ എനിക്ക് കഞ്ഞി വെള്ളം കുടിക്കാൻ തരത്തില്ലല്ലോ, നീ കണ്ടതല്ലേ ഈ വീടൊക്കെ എങ്ങനെയാണ്, ഈ റൂമൊക്കെ എങ്ങനെയാണ് ഇരുന്നതെന്ന്, ആ പെങ്കൊച്ച് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്കിപ്പോൾ ഒരു പുതുജീവൻ കിട്ടിയെന്നൊക്കെ പറയുമ്പം ശിവശങ്കരമേനോൻ അത് ശരിവെക്കുന്നുണ്ട്. ശരിയാണ്, അമ്മയ്ക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയണം. അതുപോലെ ബാലചന്ദ്രൻ മേനോനും പറയുന്നുണ്ട്, പണ്ട് എങ്ങനെയായിരുന്നു ഈ റൂം കിടന്നിരുന്നത്, നാറ്റം കാരണം ഇങ്ങോട്ടേക്ക് വരാനായി പറ്റത്തില്ലല്ലോ, വൈജ വരുമ്പോൾ മാത്രമല്ലേ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരുന്നത്, കമലേട്ടത്തിക്ക് അതിനൊന്നും ഒട്ടും താല്പര്യമില്ല, മരിച്ചു പോയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നില്ല കമലേട്ടത്തിക്ക് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രമേനോൻ കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്, നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയാണ് മുത്തശ്ശി. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് അതുപോലെ അലീന അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അലീനയോടും പ്രത്യേകം പറയുന്നുണ്ട്, അമ്മയെ നല്ലോണം നോക്കിക്കോളാം, ഇനി ഇവിടെയല്ല അവിടെയാണ് താമസിക്കാനായിട്ട് പോണത്, വൈജയുടെ വീട്ടിലാണ് താമസിക്കാനായിട്ട് പോണത്, അതുകൊണ്ട് അവിടെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ അമ്മയെ നോക്കി പരിപാലിച്ച് നിൽക്കണം എന്നൊക്കെ പറയണേ. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് വൈജയോടും യാത്ര പറയുന്നുണ്ട് കേട്ടോ. ഇനി അമ്മയെ നീ കൊണ്ടുപോവില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകണം, അല്ലാതെ ഇവിടെ ഇട്ടിട്ട് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്തും വൈജ കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് ശിവശങ്കരമേനോനും ബാലചന്ദ്രമേനോനും കമലയും രഞ്ജുവും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു കാറിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്, അതായത് ശിവശങ്കരമേനോൻ്റെ കാറിലാണ് യാത്ര ചെയ്യുന്നത്, ബാലചന്ദ്രമേനോൻ്റെ കാർ അവിടെ ഇട്ടിട്ട് ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അവർ യാത്ര പോയതിനു ശേഷം ഹരിയും വൈജയന്തിയും അലീനയും മുത്തശ്ശിയും മാത്രമാണ്. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വരുന്നു. ആംബുലൻസിലല്ലാതെ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് കാരണം ആംബുലൻസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസ് വരികയാണ്. അങ്ങനെ ആംബുലൻസിലേക്ക് അലീനയും അതുപോലെ മുത്തശ്ശിയും കൂടി കയറുക കേട്ടോ. മുത്തശ്ശിയുടെ കൂടെ അലീന കയറുകയാണ്. അങ്ങനെ ഡ്രൈവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹരി. എന്നിട്ട് വൈജയന്തിയുടെ കാറിലാണ് പോകുന്നത്. അതുപോലെ ഹരി ആ ഇതിലാണ് കേട്ടോ കയറുന്നത്, വൈജയന്തിയുടെ കൂടെയല്ല ഹരി കയറുന്നത് ഡ്രൈവർക്ക് വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ആംബുലൻസിലേക്ക് കയറാൻ പറയുകയാണ് ഹരിയോട് വൈജയന്തി കേട്ടോ. അപ്പോൾ അങ്ങനെ ഹരി ആംബുലൻസിലേക്ക് കയറുന്നു. അങ്ങനെ അവർ കളപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവർ കളപ്പാട്ടൂർ വീട്ടിലെത്തുന്നതാട്ടോ. ആ സമയത്ത് അവിടെ അവരുടെ മക്കളാണുള്ളത്, വൈജയന്തിയുടെയും ബാലചന്ദ്രമേനോൻ്റെയും മക്കളായ രോഹിത്തും ബബിതയും കൃഷ്ണയുമാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഇവർ കാറിൽ വന്ന് അവിടെ ഇറങ്ങുകയാണ്. മുത്തശ്ശി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഒരു വീൽ ചെയറിലേക്ക് ഇരുത്തുകയാണ്. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് അത് തള്ളിക്കൊണ്ട് അങ്ങനെ ആ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ ആദ്യമായിട്ട് വൈജയന്തി തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത്
മുത്തശ്ശിയെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ കയറ്റി ഇരുത്തുന്ന സമയത്ത് മക്കളായിട്ടുള്ള കൃഷ്ണയും അതുപോലെ ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബബിത അങ്ങോട്ടേക്ക് വരികയാണ്. ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഹായ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുറകിൽ ഹരിയും വൈജയന്തിയും ഉണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ കാലൊക്കെ കയറ്റി വെച്ച് ആ വീൽ ചെയറിൻ്റെ ഇതൊക്കെ ശരിയാക്കി കൊടുക്കാനായിട്ട് അലീന നിൽക്കുന്ന സമയത്ത് അതുപോലെ ബബിതയും വന്നിട്ട് അത് ശരിയാക്കട്ടോ. ആ സമയം രണ്ടുപേരും മുഖാമുഖം നോക്കുന്നുണ്ട്. ബബിതയ്ക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു മുഖഭാവമല്ല, ഒരു സെർവൻ്റ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് വൈജയന്തിയുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ബബിതയ്ക്ക് ഉള്ളത്. അങ്ങനെ ഇവള് നോക്കി, അലീന നോക്കി ബബിതയെ നോക്കി ഇങ്ങനെ ചിരിക്കാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവൾ വലിയ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ, വല്ലാണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. ബബിതയ്ക്ക് ഒരു ഗൗരവമാണ്. പിന്നീട് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൃഷ്ണ അവിടെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൃഷ്ണയും നേരത്തെ ഓടി വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയെ കണ്ടിട്ട്. പിന്നീട് അവൾ പഠിക്കാനുള്ളത് കാരണം അവിടെ തന്നെ ഇരുന്നതാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീന സംസാരിക്കുന്നുണ്ട്. എന്താ പറയുക, എങ്ങനെയാണ് പഠിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുക കേട്ടോ. കൃഷ്ണയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അലീനയെ. കാരണം അലീനയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കൃഷ്ണയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചേച്ചി എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള സ്നേഹമൊന്നും ബബിതയിൽ നിന്ന് കൃഷ്ണമോൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കൃഷ്ണമോളെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയാനും അതുപോലെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല നിരന്തരം ശല്യപ്പെടുത്താനൊക്കെ ബബിത നിന്നിട്ടുള്ളൂ, കുറ്റപ്പെടുത്താനൊക്കെ കേട്ടോ, വഴക്കടിക്കാനും ഒക്കെ. ഒരു സ്നേഹമൊന്നും ബബിതയിൽ നിന്ന് കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അലീനയെ കണ്ടപ്പം അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് അലീനയോട്. നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം. ആ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ബബിത വലിയ ഗൗരവത്തിലാണ് വരുന്നത്. അപ്പോൾ അലീന നോക്കുന്നുണ്ട്. അപ്പോൾ ബബിത കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്, ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ചേച്ചി പഠിക്കുന്നുണ്ട്, ചേച്ചിയോട് എത്ര സമയം ഞാൻ ചോദിക്കുന്നു ഇതൊന്ന് പറഞ്ഞു തരാൻ. ഈ മാത്സ് എനിക്ക് ഭയങ്കര ടഫാണെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ, ഇതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് പറഞ്ഞു തരാനായിട്ടിരിക്കും. എനിക്കൊന്നും പറ്റത്തില്ല, നീ ട്യൂഷന് പോകണ്ടല്ലോ, അവിടെ നിന്നൊക്കെ പഠിപ്പിച്ച് തരുന്നില്ല, അതൊക്കെ നോക്കിയിട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറയണേ. ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെട്ട് അങ്ങനെ പോകണം. പിന്നെ രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. രോഹിത്തും അലീനയും കൂടി സംസാരിക്കുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ രോഹിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക കേട്ടോ. രോഹിത്തും തന്നെ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവാണ്. കാരണം ഇത്രയും സുന്ദരിയായ ഒരു വേലക്കാരി പെണ്ണിനെ വീട്ടിൽ നിർത്താൻ പോവല്ലേ. കാരണം സ്വന്തം ചേച്ചിയാണ്, അതൊന്നും അറിയത്തില്ലല്ലോ. ഒരു വേലക്കാരിയായിട്ട് ഒരു സെർവൻ്റായിട്ട് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണാണ് വരുന്നതെന്ന് രോഹിത് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇവളെ സോപ്പിട്ട് മയക്കി തൻ്റെ വരുതിയിൽ നിർത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് രോഹിത് സംസാരിക്കുന്നത്. രോഹിത്തും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാട്ടോ. രോഹിത്തിനെ അങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് ഹരിശങ്കർ കേട്ടോ. അങ്ങനെ രോഹിത്ത് പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. അലീന ആ സമയത്ത് നല്ല സന്തോഷത്തിൽ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശി റൂമിലേക്ക് മാറ്റിയാണ്. മുത്തശ്ശി റൂമിലേക്ക് മാറ്റിയിട്ട് റൂമൊക്കെ ഇങ്ങനെ വീടും ഒക്കെ ഇങ്ങനെ നോക്കി കാണാം കേട്ടോ അലീന. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇതാണ് നമ്മുടെ വീട്, ഇവിടെയാണ് നമ്മൾ ഇനി താമസിക്കാനായിട്ട് പോകുന്നത്, ഞാനും നീയും ഇനിയുള്ള കാലം ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് ആ വീടൊക്കെ ഇഷ്ടപ്പെടുക കേട്ടോ. അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് വീടും പരിസരമൊക്കെ. ആ റൂമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ശിവശങ്കരമേനോൻ്റെ വീട്ടിലെ റൂമിനേക്കാളും സൗകര്യമൊക്കെ ഉള്ളൊരു റൂമായിരുന്നു കേട്ടോ മുത്തശ്ശിക്ക് താമസിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിലും ബെഡും നല്ല റൂമും ഒക്കെ ആയിരുന്നു. അത് അലീന പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചെറിയ റൂമായിരുന്നില്ലേ മുത്തശ്ശി കിടന്നിരുന്നത്, ആ ചെറിയ റൂമിൽ ശ്വാസം മുട്ടായിരുന്നില്ല, ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള റൂമാണല്ലോ, അതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ശിവൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്, അവൾ എന്നെ നോക്കത്തൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതെന്നൊക്കെ പറയാണ് മുത്തശ്ശി കേട്ടോ. അങ്ങനെ പിന്നീട് അലീനയെ വിളിക്കുന്നുണ്ട് വൈജയന്തി കേട്ടോ. വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം, പിന്നെ വീട്ടിലെ കുക്കിംഗ് ചെയ്യണം, ക്ലീനിങ് ചെയ്യണം. എല്ലാവർക്കും കൃഷ്ണമോൾക്കും ബബിതമോൾക്കും അതുപോലെ രോഹിത്തിനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകാനുള്ളതാണ്. അവർ പോകുന്നതിന് മുൻപ് ഭക്ഷണമൊക്കെ റെഡി ആവണം. അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. എനിക്ക് രാവിലെ ബാങ്കിൽ പോകാനുള്ളതാണ്, ബാലചന്ദ്രൻ അതുപോലെ കടകളിലേക്കൊക്കെ പോകാനുള്ളതാണ്, ആ സമയത്തൊക്കെ ഭക്ഷണം ആവണം, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോലിയുടെ നീണ്ട ലിസ്റ്റ് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും ഏൽപ്പിക്കുകയാണ്. അവിടെ ആദ്യം ഉണ്ടായിരുന്ന കുഞ്ഞുമോൾ എന്ന സ്റ്റാഫിനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണ്. നിൻ്റെ ഒരു കള്ളത്തരും ഇവിടെ നടക്കത്തില്ല, നീ അവിടെ എടുത്തതുപോലെ അഭ്യാസമൊന്നും ഇവിടെ നടക്കത്തില്ല, എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അലീന അറിയാതെ പറഞ്ഞു പോകട്ടോ, ഇത് എൻ്റെയും കൂടി വീടല്ലേ, ഞാൻ ഇവിടെ എന്ത് കള്ളത്തരം കാണിക്കാനാ എന്ന് ചോദിക്കുക കേട്ടോ. ഇത് നിൻ്റെ വീടോ, ആര് പറഞ്ഞു ഇത് നിൻ്റെ വീടാണെന്ന് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് വൈജയന്തി അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ
പറയുന്നുണ്ട്. ഇതെങ്ങനെ നിൻ്റെ വീടാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയണേ. ഒരുപാട് കയറി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട, നീ ഇവിടുത്തെ വെറും സെർവൻറ്റ് മാത്രമാണെന്ന് പറയണ വൈജയന്തി. നീ വെറും വേലക്കാരി മാത്രമാണ്, അതിനനുസരിച്ച് നിന്നാൽ മതി. നീ ഇവിടെ മര്യാദക്ക് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറയാട്ടോ. ഞാനിവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, ഞാനിവിടെ മര്യാദക്ക് തന്നെ നിന്നോളാം എന്ന് അലീന പറയുന്നുണ്ട്. പിന്നീട് അലീന അമ്മയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കാണാട്ടോ. അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അമ്മ തന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നാണ് അലീനയുടെ സന്തോഷം. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്തായാലും അമ്മയുടെ വീട്ടിൽ അവസാനം എത്തിച്ചേർന്നു, അമ്മയുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. ആ സമയത്ത് ബ്രിജിത്തമ്മ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്, അറിയാതെ ഇതെൻ്റെയും കൂടി വീടല്ലേ എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ബ്രിജിത്തമ്മ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഒരു ചില്ലുഭിത്തി എപ്പോഴും ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. ആ ഓർമ്മ വെച്ചുകൊണ്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ആ ഓർമ്മ നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞത് ആ സമയത്ത് അലീന ഓർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, അമ്മയുടെ അടുത്ത് എത്തിച്ചേർന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രൊമോ കണ്ടിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട്, ഒരു സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പിസോഡ് കിട്ടുന്ന ഉടനെ തന്നെ എപ്പിസോഡിൻ്റെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. അതുപോലെ സ്റ്റോറി കൊള്ളത്തില്ല, സ്റ്റോറി പറയാൻ അറിയത്തില്ല, അതുപോലെ ഫേക്ക് ചാനലാണ്, അങ്ങനെയൊക്കെ നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് സ്റ്റോറി പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും എല്ലാവരുടെ സ്റ്റോറി ടെല്ലിങ്ങും ഒരുപോലെ ആവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. വേറെന്താ ഞാൻ പറയുക, ഇഷ്ടമില്ലാത്തവർ എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാതെ വേറെ എന്തായാലും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. മാക്സിമം ഞാൻ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഫേക്ക് ചാനലാണ്, ഫേക്കായിട്ട് പിന്നെ ടൈറ്റിലും അതുപോലെ തംബ്നെയിലൊക്കെ ഒന്നും കൊടുക്കുന്നതല്ലല്ലോ ഇതിൽ കാണുന്നത് എന്നൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടൈറ്റിലായിട്ടും അതുപോലെ തംബ്നെയിലൊക്കെ കൊടുക്കുന്ന ഡയലോഗുകൾ ഒക്കെ ഉണ്ടല്ലോ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒന്നുകിൽ ഈ മിക്കതും ഈ എപ്പിസോഡിൽ ഇനി വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ചിലപ്പോൾ ടൈറ്റിലും അതുപോലെ തംബ്നെയിലൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കണേ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതായത് ഒന്നുകിൽ അലീനയ്ക്ക് നല്ലൊരു അലീനയുമായി ബന്ധപ്പെട്ട് വരുമ്പം അലീന ഇങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. ഇങ്ങനെ എടുത്തടിച്ച പോലെ ഇങ്ങോട്ടേക്ക് ദേഷ്യം കാണിക്കുമ്പോൾ അവരുടെ വായടയ്ക്കുന്ന രീതിയിൽ സംസാരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ടൈറ്റിൽ ഒക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരു രസം ആ ടൈറ്റിലൊക്കെ കാണുമ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് ആശ്വസിക്കാമല്ലോ, അലീന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതിൽ, അല്ലെങ്കിൽ അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ, അല്ലെങ്കിൽ അലീനയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉദ്ദേശിച്ച് കൊടുക്കുന്നതാണ്, അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.